ബിസിനസ് കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ ചെന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല സെയിലൊക്കെ ഉണ്ട്, പക്ഷേ ക്യാഷ് കയ്യിൽ കിട്ടുന്നില്ല. പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. പുള്ളിക്കാരൻ പറഞ്ഞാണ് അക്കൗണ്ട്സിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, വലിയ അസറ്റൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ പൈസ ഇല്ല, ക്യാഷിന് ഷോർട്ടേജ്. അവരെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അവർ നേരിട്ടുകൊണ്ടിരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഇൻവെൻറ്ററിയിലാണ്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരുന്നില്ല. ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം കൃത്യമായ ഇൻവെൻറ്ററി കൺട്രോളും ഇൻവെൻറ്ററി മാനേജ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം 7 മില്യൺ ദിർഹത്തിൻ്റെ ഏകദേശം ആവറേജ് ഒരു പെർഫോമൻസുള്ള കമ്പനിയാണ്, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാൻ കഴിയുന്ന കമ്പനിയാണ്. പക്ഷേ 7 മില്യത്തിൻ്റെ ഡെഡ് സ്റ്റോക്കാണ് ആ കമ്പനി കിടക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഇതെല്ലാം അസറ്റിലാണ് കയറി വരിക. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ആ സാധനം വിൽക്കാൻ പറ്റില്ല. ആ 7 മില്യൺ ഉണ്ടാക്കുന്ന ഡാമേജ്, ആ ക്യാഷ് ഫ്ലോ ഡാമേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഈ ഒരു ചെറുകിട ഇടത്തരം ബിസിനസ്സിന് കഴിയാതെ വരുന്നു എന്നുള്ളതാണ് അവിടെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻവെൻറ്ററി കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട്, അത് അനലൈസ് ചെയ്യാനുള്ള ട്രാക്കിങ്ങും ഇൻവെൻറ്ററി ട്രാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഓവർ സ്റ്റോക്കിംഗ്, ഓവർ പർച്ചേസ് ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അത് ആ കമ്പനിയെ തന്നെ നശിപ്പിച്ചു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ബിസിനസ്, പ്രത്യേകിച്ച് നിങ്ങൾ ട്രേഡിംഗ് ബിസിനസ്സിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നിങ്ങളുടെ ഇൻവെൻറ്ററി കൺട്രോൾ. നിങ്ങളുടെ ബിസിനസ്സിലെ ഇൻവെൻറ്ററിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ, ആ ഇൻവെൻറ്ററിയിൽ ആവശ്യമായുള്ള കറക്റ്റ് ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ പ്രശ്നം മതിയാവും. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി കൂട്ടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. അത് നമ്മളെ ക്യാഷിനെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാനും പാടില്ല. നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, സെയിൽസിനെ ബാധിക്കും, ഗ്രോത്തിനെ ബാധിക്കും, കസ്റ്റമർ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പോൾ ഇൻവെൻറ്ററി കൺട്രോൾ, ഓവർ സ്റ്റോക്കും പാടില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കും പാടില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റണം. ഡെഡ് സ്റ്റോക്ക് ആവാതെ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ കൃത്യമായിട്ടും ഏജിങ് റെക്കമെൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും ടൂളുകളും ഉപയോഗിക്കാം. നിങ്ങൾ ഇൻവെൻറ്ററി ഇൻചാർജിന് അതിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. മാത്രമല്ല ഡെഡ് സ്റ്റോക്ക് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെയുള്ള അല്ലെങ്കിൽ നിയർ എക്സ്പയറി പോലുള്ള പ്രൊഡക്റ്റുകളെ എങ്ങനെ നമുക്ക് കൂടുതൽ എൻക്യാഷ് ചെയ്യാം, അതിന് സ്ട്രാറ്റജികൾ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത് മാർക്കറ്റിംഗ് ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യണം. ബൾക്കായിട്ടുള്ള എൻകാഷിംഗ് ടൂളുകൾ മാർക്കറ്റിംഗിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ക്രൈസിസ് ഇല്ലാതെ തന്നെ, ഈവൻ വലിയ മാർജിൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിയർ എക്സ്പയറിയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻവെൻറ്ററി ലിക്വിഡേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്കതിനെ എഫിഷ്യൻ്റ് ആയിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയും. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോയിനെയും പ്രോഫിറ്റബിലിറ്റിയും എല്ലാം സ്വാധീനിക്കുന്ന ഘടകമാണ്. സോ ഇഫ് യു ആർ ഇൻ ടു ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് എനി കൈൻഡ് ഓഫ് ബിസിനസ് related with the product and manufacturing, definitely you have to take care of your inventory. Inventory ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻട്രിയിൽ കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഇൻവെൻട്രി അസറ്റ് ഒന്നും കാലാകാലം ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആയിക്കൊള്ളുന്നില്ല. സോ ലിക്വിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ടൂൾസും ഉണ്ടായിരിക്കണം. പലപ്പോഴും പല ബിസിനസ്സുകളും നഷ്ടത്തിലും പൂട്ടിപ്പോകുന്നതിൻ്റെ എല്ലാം കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇംപ്രോപ്പർ ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ്. ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ പല ഓൺട്രപ്രണേഴ്സിനും സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ഞങ്ങളുടെ ബനാക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ബിസിനസ് കൺസൾട്ടൻസി ഫേം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടണം, നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യണം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യണം തുടങ്ങിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ശരി ഞങ്ങൾ നിങ്ങളെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഉള്ള ഗ്രോത്ത് ഒരു 10 CR നിൽക്കുന്നതെങ്കിൽ അടുത്തൊരു 5 വർഷം കൊണ്ട് 100 CR എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സ്കെയിലബിളി കൺസൾട്ടിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൺസൾട്ടിങ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, വൺസ് അഗൈൻ ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്.